ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തിനകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, ദൈവവചനത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ, അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ദൈവവചനം കേൾക്കുമ്പോൾ സാക്ഷാലാകുന്നത് പോലെ അതിനെ സ്വീകരിച്ച് അതിനെ കേട്ട് പൂർണ്ണമായും വിശ്വസിക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ സന്തോഷം തരുന്നതായിരിക്കത്തില്ല. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു വ്യത്യാസം നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എന്തു ചെയ്യണമെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന കാര്യമാണ് ഇന്നത്തെ ഈ വചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആവശ്യമായ എല്ലാ ദൈവിക വിടുതലിൻ്റെയും മുഖാന്തരങ്ങൾ നമ്മിൽ തന്നെ മറഞ്ഞു കിടപ്പുണ്ട്. ദൈവവചനപ്രകാരം നാം അതിനെ തിരിച്ചറിഞ്ഞ് ദൈവവചനപ്രകാരം കാൽ ചുവടുകൾ എടുത്തു വെക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മളിൽ ഉണ്ടാകുന്നത്. എൻ്റെ വഴികളെല്ലാം അടഞ്ഞു, എൻ്റെ സാഹചര്യങ്ങളെല്ലാം എനിക്ക് വിരോധമാണ്, ഞാൻ നിൽക്കുന്നത് കൂരിരുട്ടിന് സമാനമായ സാഹചര്യത്തിലാണ്, എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മടിയരായി, അലസരായി, അവിശ്വാസികളായി, പിന്മാറ്റക്കാരായി, പിറുപിറുപ്പുകാരായി പുറകോട്ട് പോകാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഇരുട്ടിൻ്റെ സാഹചര്യത്തിലും ആ വഴിയടഞ്ഞ സാഹചര്യത്തിലും ആ അന്ധകാരം നിറഞ്ഞ മേഖലയിലും നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു ആക്ഷൻ, ദൈവവചനപ്രകാരമുള്ള ഒരു പ്രവൃത്തി നാം ചെയ്യുമ്പോൾ സാഹചര്യങ്ങൾ തിരിക്കാൻ ആ പ്രവൃത്തിക്ക് കഴിയും. വേണമെങ്കിൽ നമുക്ക് അവിശ്വാസികളായി പുറകോട്ട് പോകാം, പ്രാർത്ഥന അവസാനിപ്പിക്കാം, ഉപവാസം അവസാനിപ്പിക്കാം, നെഗറ്റീവ് ചിന്താഗതിയോടെ ഇരിക്കാം. അങ്ങനെ ഇരുന്നാൽ എന്നും അതുപോലെ ഇരിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തത ഉള്ളതായി, മാറ്റമുള്ളതായി ദൈവവചനപ്രകാരം ചുവടെടുത്ത് വെക്കുമ്പോഴാണ് ദൈവപ്രവൃത്തിയുടെ കിരണങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. 1 ശമൂവേൽ പുസ്തകം 26-ാം അധ്യായം 23-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. യഹോവ ഓരോരുത്തൻ അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുവെങ്കിലും യഹോവയുടെ അഭിഷക്തൻ്റെ മേൽ കൈവപ്പാൻ എനിക്ക് മനസ്സായില്ല. ശൗല് ദാവീദിനെ പിന്തുടരുന്ന ഭാഗം 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ദാവീദിനെ പിന്തുടർന്ന് അദ്ദേഹത്തെ കൊല്ലാൻ ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തോടുള്ള അസൂയ നിമിത്തം അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ദാവീദ് ഒരു സമയമെത്തിയപ്പോൾ ശൗലിനെ കൊല്ലാനുള്ള സാഹചര്യങ്ങളെല്ലാം ദാവീദിന് ഒത്തുവന്നു. ശൗലിനെ ദാവീദിൻ്റെ കയ്യിൽ കിട്ടിയതാണ്. തന്നെ പിന്തുടരുന്ന ഈ മനുഷ്യനെ ഇല്ലാതാക്കാൻ ദാവീദിന് പറ്റുമായിരുന്നു. എന്നാൽ ദാവീദ് ശൗലിന് വിരോധമായി ഒന്നും ചെയ്തില്ല. ആ സംഭവങ്ങളൊക്കെ 1 ശമൂവേൽ 26-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് തിരിച്ച് തൻ്റെ കയ്യിൽ ദൈവം ശൗലിനെ ഏൽപ്പിച്ചു. അതിനുശേഷം ശൗലിനെ കാണുമ്പോൾ ദാവീദ് പറയുന്ന പദവ 1 ശമൂവേൽ 26-21. അദ്ദേഹം പറയുന്ന പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രാരംഭഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, യഹോവ ഓരോരുത്തന് അവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം തരും. ദൈവം പകരം തരുന്ന ദൈവമാണ്. നമ്മുടെ പ്രവർത്തികൾക്ക് പകരം തരുന്ന ദൈവം. നമ്മൾ തിരുവചനം വായിക്കും, മനുഷ്യൻ പറയുന്ന ഓരോ നിസ്സാര വാക്കിനും ന്യായവിധിയുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിനൊത്തവണ്ണം പ്രാപിക്കുന്നു. അപ്പോൾ പ്രവൃത്തിക്ക് പകരം തരുന്നൊരു ദൈവമുണ്ട്. നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണമാണ് ദൈവം പ്രവർത്തിക്കുന്നു. ബൈബിൾ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ ചില അനുഗ്രഹത്തിനും ശാപത്തിനും നിമിത്തങ്ങളുണ്ട്. അനുഗ്രഹം പ്രാപിക്കുന്നതിന് ചില നിമിത്തങ്ങളുണ്ട്, ശപിക്കപ്പെടുന്നതിന് ചില നിമിത്തങ്ങളുണ്ട്. എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുക, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ?
മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ 40 ആണ്ട് അവരോട് ക്രുദ്ധിച്ചു. പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ട് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കണ്ടോ, ഇസ്രായേൽ ദൈവം അവകാശം കൊടുത്ത ദേശത്തേക്ക് എത്താൻ കഴിയാതെ, സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി 2 പേരൊഴികെ ബാക്കി ആരും കയറിയില്ല. അവിടെ പറയുന്നു അവരുടെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയെന്ന്. അപ്പം അവരുടെ അവിശ്വാസം ദൈവപ്രവൃത്തിയെ, ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തുവാൻ അവരെ തടഞ്ഞു. അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്ക് കയറാമായിരുന്നു. അപ്പോൾ അവിശ്വാസം ദൈവപ്രവൃത്തിക്കൊരു തടസ്സമായി തീർന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ അവിശ്വാസം ഒരു നിമിത്തമായി തീർന്നു. അനുഗ്രഹത്തിൻ്റെ വചനമല്ലത്, അതൊരു നെഗറ്റീവ് കാര്യമാണ് പറയുന്നത്. പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. വലിയ വാഗ്ദത്തമുള്ള ജനമായിരുന്നു, പ്രോമിസുള്ള ജനമായിരുന്നു. പക്ഷേ വിശ്വാസമകത്ത് കയറിയപ്പോൾ അവർ മത്സരിച്ചു, അവർ ക്രുദ്ധിച്ചു. പിന്നെ പറയുന്നത് എന്തോ, അവരുടെ ഹൃദയം കഠിനമാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസം ഉണ്ടായാൽ നമ്മൾ ദൈവത്തോട് മത്സരിക്കും, ദൈവത്തോട് ക്രുദ്ധിക്കും. സ്തോത്രം. നമ്മുടെ ഹൃദയം കഠിനമായി പോകും. അവിശ്വാസം ദൈവപ്രവൃത്തിയെ തടയും, അനുഗ്രഹത്തെ തടയും. അതാ പറയുന്നത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവിശ്വാസികളായി തീരരുത്. ഇപ്പോഴത്തെ സാഹചര്യം വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യം ദൈവവചനത്തെ വീണ്ടും ഉരുവിട്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കാത്ത ഒരു സാഹചര്യമായിരിക്കും. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ അവിശ്വസിക്കരുത്, നീ വിശ്വസിക്കുക. വിശ്വസിച്ച ഭക്തനായിരുന്നു അബ്രഹാം. അതാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15:6. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. വിശ്വസിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സാഹചര്യം. ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അബ്രഹാമിനോട് ദൂത് പറയുമ്പോൾ വിശ്വസിക്കാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അത് നീതിയായി കണക്ക്. നീ ഒരു ഭാഗത്ത് വിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ, നിൻ്റെ സാഹചര്യം ഇടുക്കമായിരിക്കുമ്പോൾ, ഞെരുക്കമായിരിക്കുമ്പോൾ, അന്ധകാരമായിരിക്കുമ്പോൾ, അവിടെ ദൈവവിധിലെ നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യമുണ്ട്. ആ വിശ്വാസത്തെ നീതിയായി കണക്കിടുന്നൊരു ദൈവമുണ്ട്. നീ വിശ്വസിച്ചില്ലേ? ഞാൻ ഈ പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ പരീക്ഷിച്ചപ്പോൾ നീ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ നിനക്കത് നീതിയായി കണക്കിടുമെന്ന് ദൈവം പറയുക. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാകും ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ? മുൻപോട്ട് നോക്കുമ്പോൾ ഒരു വഴിയും കാണുന്നില്ല, പക്ഷേ വിശ്വസിക്കാൻ നീതിയായി കണക്കിടുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അനുസരിക്കാൻ കഴിയത്തുള്ളൂ. അബ്രഹാമിൻ്റെ വിശ്വാസം തൻ്റെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കി. മാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ അനുസരണം തൻ്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന് വഴിയായി തീർന്നു. വിശ്വാസമുള്ളവർക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റത്തുള്ളൂ. ഉൽപ്പത്തി 22:16-17 നീ കാര്യം ചെയ്ത് നിൻ്റെ ഏകജാതന മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിൻ്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നോക്കിക്കേ, അവിടെ പറയുന്നു നീ മടിക്കായ കൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അബ്രഹാം അനുസരിച്ചത് ഒരു നിമിത്തമായി തീർന്നു. താങ്കളുടെ വിശ്വാസം താങ്കളുടെ അനുഗ്രഹത്തിന് ഒരു നിമിത്തമാകാൻ പോവാം. താങ്കളുടെ അനുസരണം താങ്കളുടെ അനുഗ്രഹത്തിന് ഒരു നിമിത്തമാകാൻ പോവുകയാണ്. എബ്രായലേഖനം 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോൾ വിശ്വാസം പ്രതിഫലത്തെ കൊണ്ടുവരും. പ്രതിഫലം സ്വീകരിപ്പാൻ വിശ്വാസം ഒരു നിമിത്തമാണ്. ആമേൻ. ഈ സാഹചര്യത്തിൽ, ഇപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? പ്രതിഫലം നിശ്ചയമാണ്. അനുസരിക്കാൻ കഴിയുമോ? അനുഗ്രഹം നിശ്ചയമാണ്. കൊലോസ്യ ലേഖനം 3:5 വായിക്കുമ്പോൾ അവിടെ പ്രവൃത്തിയെക്കുറിച്ച് വായിക്കുന്നു. എബ്രായലേഖനം 3:19 നമ്മൾ അവിശ്വാസത്തെക്കുറിച്ചാണ് കേട്ടത്. അവിശ്വാസം ഒരു നിമിത്തമായി തീർന്നു. കനാൻ ദേശം അവകാശമാക്കാൻ അവർക്ക് കഴിയാതിരുന്നതിൻ്റെ ഒരു നിമിത്ത അവിശ്വാസമായിരുന്നു.
രണ്ടാമത് കൊലോസ്യ ലേഖനം 3:5. 5 തൊട്ട് 10 വരെ വായിച്ചാലേ കറക്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഉള്ളടക്കം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ പറയുന്നത്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. കണ്ടോ, ദൈവത്തിൻ്റെ കോപം മനുഷ്യൻ്റെ മേൽ വരാനുള്ളതിൻ്റെ കാരണം ഒന്ന് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. 5 കൂട്ടം കാര്യങ്ങളെയാണ് പറയുന്നത്. 5 കൂട്ടം അവയവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. കണ്ണുകൊണ്ട് കാണുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു. ഇവിടെ നോക്കിക്കുക, ഭൂമിയിലുള്ള അവയവങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്ന 5: ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഇത് 5 ഉണ്ടോ? ഇത് ഭൂമിയിലെ അവയവങ്ങളെ ഇത് മരിപ്പിക്കാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഈ 5 കൂട്ടം കാര്യങ്ങൾ ദൈവകോപത്തെ വിളിച്ചു വരുത്താൻ ഒരു നിമിത്തമാകുക. ഇത് പ്രവർത്തികളാണ്. അശുദ്ധിയുടെ പ്രവൃത്തി, ദുർനടപ്പിൻ്റെ പ്രവൃത്തി, അതിരാഗത്തിൻ്റെ പ്രവൃത്തി, ദുർമോഹത്തിൻ്റെ പ്രവൃത്തി, അത്യാഗ്രഹത്തിൻ്റെ പ്രവൃത്തി. ഇത് 5 പ്രവൃത്തികളാണ്. ഈ പ്രവൃത്തികളാണ് ദൈവകോപത്തെ വിളിച്ചു വരുത്തുവാൻ കാരണമാകുന്നത്. എന്നിട്ട് പറയാണ്, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുകയും. ഇപ്പോൾ ദൈവകോപം വിളിച്ചു വരുത്തുന്ന പ്രവൃത്തികളുണ്ട്. അതേസമയം മറുഭാഗത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം വിളിച്ചു വരുത്തുന്ന പ്രവർത്തികളുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ഹവ്വ ദമ്പതിമാർ നിമിത്തമാണ് ഈ ഭൂമി ശപിക്കപ്പെട്ടത്. അവരുടെ പ്രവൃത്തിയായിരുന്നു. ഉൽപ്പത്തി 3:17 മനുഷ്യനോട് കൽപ്പിച്ചോ, നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് ആഹോവൃത്തി കഴിക്കും. കണ്ടോ, നിമിത്തമായി നീ ചെയ്ത അനുസരണക്കേട് നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ആ പ്രവൃത്തി ശാപത്തിന് കാരണമായി തീർന്നു. ഇസ്രായേൽ ജനം ദൈവം നടത്തിയ ജനമാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി, മുൻപടയായി പിൻപടയായി അവരെ നയിച്ച ദൈവം. മറ്റു ജാതികൾക്ക് രാജാക്കന്മാരുണ്ടായിരുന്നു, ഇവരെ നടത്തിയ ദൈവമായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ രാജാക്കന്മാരെ കണ്ടപ്പോൾ ഇവർക്കും ഒരാഗ്രഹം, ഞങ്ങൾക്ക് രാജാവിനെ വേണം. അങ്ങനെ ശൗമേലിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. 1 ശമൂവേൽ 8:7 പറയുന്നു, യഹോവ ശമൂവേലിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചത്. 18-ാം വാക്യം, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല. കണ്ടോ, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങളന്ന് നിലവിളിക്കും. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്, നിങ്ങളുടെ ചില ഡിസിഷൻ, നിങ്ങളുടെ സെലക്ഷൻ, നിങ്ങളുടെ എലക്ഷൻ, അത് നിങ്ങളുടെ നിലവിളിക്ക് കാരണമായി തീരാൻ പോവുകയാണ്. ആ പ്രവൃത്തി നിങ്ങളുടെ നിലവിളിക്ക് കാരണമായി തീരാൻ പോവുകയാണെന്ന് ദൈവം ഇസ്രായേലിനോട് പറയുക. ആ പ്രവൃത്തിയാണ് ദൈവത്തെ റിജക്റ്റ് ചെയ്ത് സ്വന്തമായി തിരഞ്ഞെടുത്ത രാജാവിനെ സ്വീകരിച്ചതുകൊണ്ട് അത് ശാപത്തിന് കാരണമായി തീർന്നു. ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം എടുത്ത ഒരു തീരുമാനമുണ്ട്. എന്താണ് ആ തീരുമാനം? ആ തീരുമാനം മറ്റൊന്നുമല്ല, രാജാവിൻ്റെ ഭോജനം കൊണ്ടോ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടോ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് താൻ ഹൃദയത്തിൽ തീരുമാനമെടുത്തു. ദാനിയേൽ 1:8. ആ തീരുമാനത്തെ ദൈവം മാനിച്ചു. ദൈവം മാനിച്ചെന്ന് മാത്രമല്ല, ഷണ്ഡാധിപൻ്റെ മുമ്പാകെ ദയയും കരുണയും കാണിക്കാൻ ദൈവം ഇടവരുത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. സാഹചര്യം എല്ലാം പ്രതികൂലമാകുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മൾക്ക് ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്നത്. രൂത്തിന്റെ പുസ്തകം 2:12 ഇസ്രായേലിലെ ചിറകിൻ്റെ
ഇസ്രായേൽ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ മറവിൽ ആശ്രയിച്ച് വന്ന യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ, നിൻ്റെ പ്രവൃത്തിക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ എന്നാണ് രൂത്തിനെക്കുറിച്ച് വായിക്കുന്നത്. രൂത്തിൻ്റെ തീരുമാനം, രൂത്തിൻ്റെ പ്രവൃത്തി പ്രതിഫലത്തെ വിളിച്ചു വരുത്തി. ദാനിയേലിൻ്റെ ജീവിതത്തിൽ അത് തൻ്റെ ജീവിതത്തിൽ ശുഭകാലത്തിന് കാരണമായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, നമ്മുടെ പ്രവൃത്തികളാണ് നിമിത്തമാകാൻ പോകും. നമ്മുടെയൊക്കെ ആവശ്യമായ എല്ലാ ദൈവിക വിടുതലുകളുടെ മുഖാന്തരങ്ങൾ നമ്മുടെ പ്രവൃത്തിക്കകത്താണ് മറഞ്ഞു കിടക്കുന്നത്. നമുക്കിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് വേണേൽ ഇപ്പോൾ അവിശ്വസ്തരായി നിൽക്കാം, ദൈവത്തെ ത്യജിച്ച് പറയാം. അത് അനുഗ്രഹമാകത്തില്ല, ശാപമായി തീരും. മറിച്ച് വിശ്വസ്തരായിരുന്നാൽ ദൈവം വലിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. മത്തായി സുവിശേഷം 25 പറയുന്നു, ഉള്ളവൻ ഏവന് ലഭിക്കും, അവന് സമൃദ്ധിയുണ്ടാകും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. അല്പത്തിൽ വിശ്വസ്തനായിരിക്കാൻ ഇപ്പോൾ അല്പമേ ഉള്ളൂ, അതിനകത്ത് വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ ദൈവം വിചാരകനാക്കും. ഇപ്പോൾ അധികം വേണമെന്ന് പറയണ്ട, ഇപ്പോൾ അല്പം മതി. നിനക്ക് വേണ്ട എല്ലാ വിടുതലുകളും നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം തന്നിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കാൻ ആ പ്രവൃത്തി അനുഗ്രഹത്തെ വിളിച്ചു വരുത്തും. അതൊരു നിമിത്തം ആയി തീരാൻ പോവാം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആരാധിക്കാൻ യാതൊരു സാഹചര്യവും, ദൈവത്തെ സ്തുതിക്കാൻ യാതൊരു സാഹചര്യവും അവിടെ ഇല്ല. പൗലോസിൻ്റെ ശീലാസിൻ്റെ ജീവിതത്തിൽ അവരെ കോലുകൊണ്ടടിച്ചു, വസ്ത്രം പറിച്ചുരിഞ്ഞു, ജനമെല്ലാം അവർക്കെതിരെ ഇളകി, പട്ടണം കലക്കി, കാരാഗ്രഹത്തിലാക്കി, ശരീരം മുറിവേറ്റു, അകത്തെ തടവിലാക്കി, ഇരുട്ടാണ്, ആമത്തിലിട്ട് കാലുകൾ പൂട്ടി. ആരാധിക്കാൻ യാതൊരു സാഹചര്യവുമില്ലായിരുന്ന പൗലോസും ശീലാസും വേണമെങ്കിൽ അങ്ങനെ തന്നെ കിടക്കായിരുന്നു. ഇത് വിധിയാണ്, ഇത് ദൈവനിയോഗമല്ല, ഇത് ശാപമാണ് എന്നും പറഞ്ഞു വേണം ഇരിക്കായിരുന്നു. പക്ഷേ ആ ഇരുട്ട് നിറഞ്ഞ സാഹചര്യത്തിൽ അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. ആത്മനിറവിലുള്ള ആരാധന ആ ഇരുട്ടിൻ്റെ സാഹചര്യത്തിൽ വെളിപ്പെട്ട് വന്നപ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകളെല്ലാം അഴിഞ്ഞു, വാതിലുകളൊക്കെ തുറന്നു. അതേ പ്രിയരെ, ആത്മനിറവിൽ ഇപ്പോൾ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ആരാധിച്ചാൽ ചങ്ങല അഴിയും, വാതിലുകൾ തുറക്കപ്പെടും, അടിസ്ഥാനങ്ങൾ കുലുങ്ങും. കുലുങ്ങത്തില്ലെന്ന് പറയുന്ന അടിസ്ഥാനം ദൈവവിതലിൻ്റെ ആരാധനയിൽ കുലുങ്ങും. തുറക്കത്തില്ല എന്ന് പറയുന്ന വാതിലുകൾ ദൈവ പൈതലിൻ്റെ ആരാധനയിൽ തുറക്കും. അഴിയത്തില്ലെന്ന് പറയുന്ന ചങ്ങലകൾ ദൈവവിതലിൻ്റെ ആരാധനയിൽ അഴിയും. എന്താ കാര്യം? ചങ്ങല അഴിയാൻ, വാതിൽ തുറങ്ങാൻ, അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ ഒറ്റ റീസണേ ഉള്ളൂ. ആരാധിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ പാടി സ്തുതിച്ചപ്പോൾ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇറങ്ങി വന്നു. അവരെ സേവിക്കുന്ന കർത്താവ് അവർക്ക് വേണ്ടി ഇടപെട്ടു. ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വന്നു. നിങ്ങളോട് ഇന്ന് ആത്മാവിൽ ഒരു ദൂത് പറയാം. ആരാധിക്കാൻ പറ്റാത്ത മാനസിക സാഹചര്യങ്ങളിലൂടെ, ഭൗതിക സാഹചര്യങ്ങളെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആത്മനിറവിലുള്ള ആരാധന ചങ്ങലകളെ അഴിക്കും, വാതിലുകളെ തുറക്കും, കെട്ടുകളെ പൊട്ടിക്കും, നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവപ്രവർത്തിക്ക് അതൊരു കാരണമായി തീരും. ആരാധിക്കാൻ പറ്റുമോ? പാടി സ്തുതിക്കാൻ പറ്റുമോ? സ്തുതിച്ച് നോക്ക്, സ്തോത്രം പറഞ്ഞു തുടങ്ങുന്നു നോക്ക്. വാതിൽ ദൈവം തുറക്കും, കെട്ടുകൾ ദൈവം അഴിക്കും, ചങ്ങലകൾ ദൈവം പൊട്ടിക്കും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും. ആമേൻ. ആരാധന ഒരു നിമിത്തമായി തീർന്നില്ല. ദൈവത്തിൻ്റെ വചനം വായിക്കും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യം വേഗത്തിൽ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. മോശ മലയുടെ മുകളിലേക്ക് കയറിപ്പോയിരിക്കുകയാണ് പ്രമാണം കൈപ്പറ്റാൻ. മോശ വരാൻ വൈകിയപ്പോൾ ആരോൻ താഴെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ദൈവത്തിന് വിരോധമായ ആരാധന അവിടെ നടത്തുകയാണ്. പുറപ്പാട് പുസ്തകം 32:26 താഴെ പാളയത്തിൽ ഇറങ്ങി വന്നപ്പോൾ മോശ പാളയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ലേവ്യരെല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടാൻ യഹോവയുടെ പക്ഷത്ത് ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആരും വന്നില്ല, ലേവ്യർ ഒഴികെ വേറെ ആരും വന്നില്ല. അതുകൊണ്ട് ലേവ്യർക്ക് പൗരോഹിത്യം ദൈവം കൊടുത്തു. അവരുടെ ആ ഒരു ആക്ഷൻ, ആരും വരാതെ ഇരുന്ന സാഹചര്യം അവർ മുന്നോട്ട് വന്നതുകൊണ്ട് ദൈവം അവരെ ചിലത് ഏൽപ്പിച്ചു. അവരുടെ ആ പ്രവൃത്തി ചില നിയോഗങ്ങളെ പ്രാപിക്കാൻ അവർക്കിടവരുത്തി. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വിടുതലിൻ്റെ റീസണായി തീരാൻ പോവുക.
ലൂക്കോസ് സുവിശേഷം 11:9-10 വാക്യങ്ങൾ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരവസ്ഥ, കണ്ടെത്തിയിരിക്കുന്ന അവസ്ഥ, തുറക്കപ്പെട്ട അവസ്ഥ. ഇപ്പോൾ ലഭിച്ച വ്യക്തിയോട് ചോദിക്കുക, താങ്കൾക്ക് എങ്ങനെ ഇത് ലഭിച്ചത്? വെറുതെ ലഭിച്ചതാണോ? അല്ല. കണ്ടെത്തിയിരിക്കുന്ന ഒരു വ്യക്തി ചിലത് കണ്ടെത്തി. അയാളോട് ചോദിക്കുക, താങ്കൾ എങ്ങനെ ഇത് കണ്ടെത്തി? വെറുതെ കണ്ടെത്തിയതാണോ? അല്ല, അതിൻ്റെ പിന്നെ റീസണുണ്ട്. തുറക്കപ്പെട്ട ഒരു വ്യക്തി, താങ്കൾക്ക് എങ്ങനെയാണ് ഈ തുറക്കപ്പെട്ടത് അടഞ്ഞത്? വെറുതെ കിട്ടിയതാണോ? അല്ല. ആ വ്യക്തി പറയും, ഞാൻ യാചിച്ചത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. കിട്ടാനുള്ള റീസൺ എൻ്റെ യാചനയാണ്. താങ്കൾക്ക് എങ്ങനെ ഇത് കണ്ടെത്തിയത്? ഇപ്പോൾ ഞാൻ കണ്ടെത്തിയതിൻ്റെ പിന്നിലുള്ള കാരണം ഞാൻ അന്വേഷിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. താങ്കൾക്ക് എങ്ങനെ ഇത് തുറക്കപ്പെട്ടത്? ഞാൻ മുട്ടി. തുറക്കപ്പെടുന്നൊരു കാലഘട്ടം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നീ മുട്ടുന്നൊരു കാലഘട്ടം നിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. കണ്ടെത്തപ്പെട്ട ഒരു കാലഘട്ടം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെങ്കിൽ നീ അന്വേഷിച്ചൊരു കാലഘട്ടം ഇതിന് മുമ്പിൽ ഉണ്ടായിരിക്കണം. നിനക്ക് കിട്ടിയ ലഭിച്ചൊരു കാലഘട്ടം നിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കണമെങ്കിൽ യാചിച്ചൊരു കാലഘട്ടം നിൻ്റെ മുമ്പിൽ ഇപ്പോൾ നീ കടന്നു പോകുന്നത് യാചിക്കുന്ന കാലഘട്ടമാണ്, യാചിക്കുന്ന സീസണാണ്, അന്വേഷിക്കുന്ന സീസണാണ്, മുട്ടുന്ന സീസണാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കിട്ടുന്നൊരു സീസൺ നിൻ്റെ മുമ്പിൽ വെളിപ്പെടും, കണ്ടെത്തുന്നൊരു സീസൺ നിൻ്റെ മുമ്പിൽ വെളിപ്പെടും, തുറക്കപ്പെടുന്നൊരു സീസൺ വെളിപ്പെടും. 10 വാക്യത്തിൽ വായിക്കുന്നു, യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് പ്രാർത്ഥനയെ കാണിക്കുക. ആമേൻ. നമുക്കറിയാം, ഹിസ്കിയ രാജാവ് 2 രാജാക്കന്മാർ പുസ്തകം 20-1 വാക്യത്തിൽ മരിക്കത്തക്ക രോഗം പിടിക്കുമ്പോൾ ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ വന്നിട്ട് പറയുക, നിൻ്റെ ഗ്രഹകാര്യമെല്ലാം ക്രമത്തിലാക്കണം കേട്ടോ, നീ മരിച്ചു പോവും, നീ ശേഷിക്കുകയില്ലെന്ന് പറഞ്ഞു. പ്രവാചകൻ്റെ വായിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുഖം ചുവരിനെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ നടന്ന് പ്രസാദം ചെയ്തൊക്കെ ഓർക്കണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ നടുമുറ്റം വിട്ടുപോകുന്നതിന് മുമ്പ് ദൂത് തിരിഞ്ഞു. ഹിസ്കിയ പ്രവാചക, താങ്കളുടെ വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥന തൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ ദൂതിനെ തിരിക്കും. വിരോധമായി പ്രവചിച്ച പ്രവചനത്തെ തിരിച്ചു പ്രാർത്ഥന. അതാണ് നിൻ്റെ പ്രാർത്ഥന ഒരു നിമിത്തമായി തീരുക. എബേസേ, താങ്കൾ എങ്ങനെ ഇത്ര മാന്യനായി തീർന്നത്? പറയും, എൻ്റെ പ്രാർത്ഥനയാണ്. എസ്തേറേ, താങ്കളുടെ ജീവിതത്തിൽ എങ്ങനെ ഇത്ര അനുഗ്രഹം വരാൻ കാര്യം? എൻ്റെ ഉപവാസമാണ്. ആമേൻ. അനുഗ്രഹത്തിന് ചില നിമിത്തങ്ങളുണ്ട്. അത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ സാഹചര്യം ഇരുട്ടാന്ന് പറഞ്ഞ് മാറിയിരിക്കാനല്ല, അതിൻ്റെ നടുവിലും ദൈവപ്രവൃത്തിയെ വിളിച്ച് വരുത്തുന്ന ചില പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്വന്തം ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥി. ഈ വചനത്തിലൂടെ അവരോട് ഇടപെട്ടതിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണല്ലോ ദൈവത്തിൻ്റെ വചനം. അത് വെറുതെ ദൈവസേനയിൽ ചെന്നെത്താതെ അതിൻ്റെ കാര്യം നിവർത്തിച്ചിട്ട് മടങ്ങിപ്പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തെ പഴിച്ച് സാഹചര്യത്തിൻ്റെ നടുവിൽ കൈപ്പോടെ പിറുപിറുത്ത് ക്രുദ്ധിച്ച് അവിശ്വാസികളായി തീരാതെ വിശ്വാസത്തിൻ്റെ ചില പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി, ആരാധിക്കുന്നവരായി, വിശ്വസ്തരായി, വിശ്വസിക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവരായി തീരാൻ എൻ്റെ ജനത്തെ അവിടെ സഹായിക്കണം. ഞങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ.